അല്ലേ? അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരിൽ റബ്ബിനോട് സംസാരിച്ച മൂസ നബിയോട്, യാ മൂസ, മൂസ നബിയേ, എന്നെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല കേട്ടോ. ലൻ തറാനീ, എന്നെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ റബ്ബാണ് അല്ലാഹുവിനെ അല്ലാഹു തആല നബിക്ക് കാണിച്ചു കൊടുത്തത്. അല്ലാഹുവിനെ കാണിച്ചു കൊടുത്തില്ലേ? സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമിൻ കമാ സറൽ ബദ്റു ഫീ താജിൻ മിനൽ ളുലമി. ചൊല്ലിക്കോളൂ, മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഒന്നുകൂടെ ഉറക്കച്ചൊല്ലണം മറുപടി. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമിൻ കമാ സറൽ ബദ്റു ഫീ താജിൻ മിനൽ ളുലമി. മൗലായ ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഹറമിൽ നിന്ന് ഹറമിലേക്ക്, അവിടെ നിന്ന് ഏഴാകാശങ്ങളിലേക്ക്, അള്ളാഹുവിന്റെ അദൃശ്യമണ്ഡലങ്ങളിലേക്ക് അള്ളാഹു കൊണ്ടുപോവുകയും റആ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു മർറതൈൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അഷ്റഫുൽ ഖൽഖ് അല്ലാഹുവിനെ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇതൊരു സാധാരണക്കാരനുണ്ടായിട്ടുണ്ടോ എന്റെ സഹോദരാ? ഇത് അസാധാരണമായൊരു നബിക്കുണ്ടായിട്ടുണ്ടോ? ലോകത്ത് ഒരു നബിക്കും കൊടുക്കാത്ത ഇസ്രാഉം മിഅ്റാജും അതാരെങ്കിലും നിഷേധിച്ചാൽ ഇസ്ലാമിന് പുറത്തു പോകില്ലേ? ആ മിഅ്റാജിൽ നബി അല്ലാഹുവിനെ കണ്ടിട്ടില്ലേ? ആ കണ്ടത് ഖൽബിന്റെ കണ്ണുകൊണ്ടാണോ മുഖത്തെ കണ്ണുകൊണ്ടാണോ എന്ന് മാത്രമാണ് ആയിഷ ബീവിക്കും ഇബ്നു അബ്ബാസ് എന്നവർക്കും റളിയല്ലാഹു അൻഹുമാ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. കണ്ടിട്ടില്ല എന്നല്ല, കണ്ടിട്ടുണ്ട്. മുഖത്തെ കണ്ണുകൊണ്ടാണോ ഖൽബിലെ കണ്ണുകൊണ്ടാണോ? ആയിഷ ബീവി പറഞ്ഞു, മുഖത്തെ കണ്ണുകൊണ്ട് എങ്ങനെയാ കാണാ? അല്ലാഹു അല്ല പറഞ്ഞത്, ലാ തുദ്രികുഹുൽ അബ്സാർ, അല്ലാഹുവിനെ കണ്ണുകൾക്ക് കീഴടക്കാൻ കഴിയില്ല. അപ്പൊ കണ്ണുകൊണ്ടല്ല കണ്ടത് എന്ന് വരും. ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞു, ആയിഷ ബീവി ആ ആയത്തിന്റെ ബാക്കി ഒന്ന് ഓതി നോക്കൂ. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കാണാത്തതിനെ കാണിച്ചു കൊടുക്കാനും കാണുന്നതിനെ കാണാതെയാക്കാനും കണ്ണുകളെ കീഴ്പ്പെടുത്തുന്നവനല്ലയോ അല്ലാഹു? ഹബീബിനെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് സർവമാന ഭൗതിക സിദ്ധാന്തങ്ങളും E=mc² എന്ന എനർജിയുടെ സിദ്ധാന്തം പോലും പൊളിച്ചെഴുതി ഏഴാകാശങ്ങൾക്കൊപ്പുറത്തേക്ക് കൊണ്ടുപോയ അല്ലാഹുവിനെ, ആ ഹബീബിനെ അവിടുത്തെ പരിശുദ്ധമായ കണ്ണുകൊണ്ട് തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റൂലേ? തടി കൊണ്ടല്ലേ ഹബീബ് ഇസ്രാഉം മിഅ്റാജും പോയത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിനെ കണ്ടുവന്ന നബിയല്ലേ, ഇസ്രാ ഉണ്ടായ നബിയല്ലേ മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതൊന്നും കാണാതെ നബി സാധാരണക്കാരൻ എന്ന് നിങ്ങൾ ഈ പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നബിക്ക് നിങ്ങൾ അറിയിക്കുന്നതിലേറെ കൊടുക്കണ്ടെന്നോ? ഇത് നബിക്ക് അർഹിക്കുന്നതല്ലേ? ഇതൊരു സാധാരണക്കാരനുണ്ടാകുന്ന വിഷയമാണോ? ഇങ്ങനെ ഹബീബിന്റെ മുഅ്ജിസത്തുകളെ, ഹബീബിന്റെ മഹത്വങ്ങളെ ഒന്നൊന്നായി ഇല്ലാതെയാക്കി വിശ്വസിക്കാനും സത്യവിശ്വാസികൾ ഹബീബിനോട് കാണിക്കുന്ന ബഹുമാനം ഇതൊന്നും കാണിക്കണ്ട ഒരു പച്ച മനുഷ്യരെന്ന് പറയലാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പേടിക്കണേ. ഒരു വാക്ക് ഹബീബിനെ മോശപ്പെടുത്തി വർത്തമാനം പറഞ്ഞാൽ, ഒരു വാക്ക് ഹബീബിനെ അനാദരവായി പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്ക് പോകുമെന്നാണ് ശരീഅത്തിന്റെ നിയമം. നിസ്കരിക്കാതിരുന്നാൽ ഞങ്ങളിത് പറയൂല, നിങ്ങൾ നോമ്പ് നോക്കാതിരുന്നാൽ ഇത് പറയില്ല ശരീഅത്ത്. ഹബീബിനെ മോശപ്പെടുത്തി താറടിച്ചു കാണിക്കാൻ, ഹബീബിന്റെ മഹത്വം ഇടിച്ചു താഴ്ത്താനാണ് ഈ സാധാരണക്കാരന്റെ വേഷം നിന്ന് കാത്തുന്നതെങ്കിൽ പേടിക്കണം, പേടിക്കണം. ഷഹാദത്ത് മടക്കി ചൊല്ലേണ്ടി വരും, ഷഹാദത്ത് മടക്കി ചൊല്ലേണ്ടി വരും. ഹബീബിനോടാണോ നിങ്ങൾ കളിക്കുന്നത്? എല്ലാം സാധാരണത്വം. ഹബീബിന്റെ ചരിത്രം വായിക്കേ, ഹബീബിന്റെ മുഅ്ജിസത്ത് വായിക്കേ. നബിയെ പറ്റി ആരെങ്കിലും മലക്കാണെന്നോ ജിന്നാണെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിന് അർത്ഥമുണ്ട്. അത് ലോകത്തെ ഏത് മുസ്ലിമാണ് പറഞ്ഞത് ഹബീബ് മലക്കാണ് ജിന്നാണ് എന്ന്? ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. വിവരമുള്ള അറിവുള്ള നമുക്ക് അറിഞ്ഞിടത്തോളം പറയാൻ കഴിയുന്നത് അന്നഹു ബശറു, നബി മനുഷ്യർ തന്നെയാണ്. അവിടെ നിർത്തരുത്. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, എല്ലാ സൃഷ്ടികളെക്കാളും
ഉത്തമരല്ലയോ മുഹമ്മദ് റസൂലുള്ളാഹ്. ആ നബിയെ പറ്റി സാധാരണക്കാരനെന്ന് ഇനിയെങ്കിലും പറയല്ലേ, നിന്റെ മിമ്പറിൽ കയറി പ്രസംഗിക്കല്ല. ഹബീബിനെ പറ്റി പറയുമ്പോൾ വേദനയുണ്ട്, ഹബീബിനെ പറ്റി പറയുമ്പോൾ ഇതിൽ വേദനയുണ്ട് ഞങ്ങൾക്ക്. ഇത് പറയല്ലേ, ഇത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് പറയുന്നതെങ്കിൽ വിവരക്കേടാണെന്ന് മനസ്സിലാക്കാം. ഇത് കാപട്യമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇത് നിഫാഖിന്റെ അടയാളമാണ്. പറഞ്ഞു പോവല്ലേ. വിശുദ്ധ ഖുർആനല്ലേ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബിയെ, എന്റെ നബിയുടെ ശബ്ദത്തേക്കാൾ ശബ്ദമുയർത്തരുത്. സൂറത്തുൽ ഹുജറാത്തിലെ 2-ാമത്തെ ആയത്ത്. എന്റെ നബിയെക്കാളും നിങ്ങൾ ശബ്ദമുയർത്തരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹ്രി ബഅദികും ലിബഅദിൻ, നിങ്ങൾ പരസ്പരം ഒച്ച വെച്ച് സംസാരിക്കുന്ന പോലെ എന്റെ നബിയുടെ മുമ്പിൽ ഒച്ച വെച്ച് സംസാരിക്കരുത്. എന്താ സംഭവിക്കുക? ആരോടായി പറയുന്നത്? നബിന്റെ കൂടെ ഹജ്ജ് ചെയ്ത സുഹാബികളോട്, നബിയുടെ കൂടെ ഉംറ ചെയ്ത സുഹാബികളോട്, ഹബീബിന്റെ കൂടെ 27ഓളം ഗസ്വത്തുകളിൽ പോയ സഹാബിമാരോട്, ബദറിലും ഉഹദിലും നബിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ ചോര ചിന്താൻ ഇറങ്ങിയ സ്വഹാബികളോട് അല്ലാഹു പറയുന്ന വാക്ക് സൂറത്തുൽ ഹുജറാത്ത് എടുത്തു നോക്കി. എന്റെ നബിയേക്കാൾ ശബ്ദമുയർത്തരുത്. എന്താ നടക്കുക? അൻതഹ്ബത, നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകും. നിങ്ങൾ പഠിപ്പിക്കുന്നത് തൗഹീദായിരിക്കാം, നിങ്ങൾ ചെയ്യുന്നത് നന്മയോ ഇസ്ലാഹോ ആയിരിക്കാം, ഇഹ്സാനോ എന്തോ ആകട്ടെ, ഇതൊന്നും അല്ലാഹുവിന് പ്രശ്നമല്ല. എന്റെ ഹബീബിനോട് ബഹുമാനമില്ലാതെ സംസാരിച്ചാൽ, സ്വഹാബികളോടായി പറഞ്ഞത്, നമ്മളോടാണെങ്കിൽ അർത്ഥം മാറിപ്പോയത്. സ്വഹാബികളോടാണ് ഈ പറയുന്നത്. മലകളോളം വരുന്ന അമൽ ചെയ്തവർ, എന്താ ബദറിൽ പോയതിന്റെ കൂലി, എന്താ ബദരീങ്ങളുടെ മഹത്വം. لعل الله اطلع على أهل بدر فقال يعملوا ما شئتم فإني غفرت لكم. ബദരീങ്ങളെ, നിങ്ങൾ ഇനി എന്തും ചെയ്തോളി, ഞാൻ പുറത്തുവിട്ടുണ്ട്. അങ്ങനത്തെ ബദരീങ്ങളോടാണ് ഖുർആൻ പറയുന്നത്, എന്റെ നബിയുടെ ശബ്ദത്തേക്കാൾ ശബ്ദമുയർത്തിയാൽ. ഈ ഒരു ആയത്ത് പഠിച്ചാൽ ലോകത്ത് ബിദ്അക്കാർക്ക് പഠിക്കാൻ എമ്പാടുമുണ്ട്. ഈ ആയത്തിൽ ആശയം മനസ്സിലാക്കണം. ഓരോ നേരിടുന്ന നിർത്തിവെക്കാൻ സമയമായിട്ടുണ്ട്. എന്റെ നബിയേക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തിയാൽ അൻതഹ്ബത അമാലുക്കും, ചെയ്ത എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും. എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും. എല്ലാം പൊളിഞ്ഞു പോകും. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളത് അറിഞ്ഞില്ല എന്ന് വരും. എങ്ങനെ? നിങ്ങളുടെ നിസ്കാരം എനിക്ക് വേണ്ട, നിങ്ങളുടെ നോമ്പ് എനിക്ക് വേണ്ട, നിങ്ങളുടെ പ്രവർത്തനമോ നിങ്ങളുടെ നവോത്ഥാനമോ എനിക്ക് വേണ്ട. എന്റെ റസൂലിനെ താറടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അതല്ലേ ഈ ആയത്തിന്റെ അർത്ഥം. അതുകൊണ്ട് ഗൗരവമുള്ളതുകൊണ്ടാണ് ഞാൻ അത്രക്ക് പച്ചയിൽ പറയുന്നത്. ഇതിലെനിക്ക് വേദനയുണ്ട്. ഈ മുസ്ലിം ഉമ്മത്തിലുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞാൽ അമുസ്ലിമീങ്ങൾക്ക് നബിയെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട സദസ്സാണിത്. അമുസ്ലിമീങ്ങൾക്ക് ഹബീബിന്റെ സ്വഭാവം പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ച സദസ്സാണിത്. പക്ഷേ നമുക്കിടയിൽ സംശയക്കാരുണ്ടെങ്കിൽ, നമ്മുടെ ഇടയിൽ തന്നെ ഈ ദീനിന്റെ മഹത്വം പൊളിക്കാൻ ഇറങ്ങി തിരിച്ചവരുണ്ടെങ്കിൽ അവർക്കൊന്ന് തിരുത്താൻ സമയം അനുവദിക്കുകയാണ്. അല്ലാഹുവിനോട് തിരിച്ചു വരണം, തൗബ ചെയ്ത് മടങ്ങണം. ഹബീബിനെ താരടിക്കുന്ന പദപ്രയോഗം നടന്നല്ല. ഹബീബിനെ കുറിച്ച് നീ എന്ന് പറയാൻ പാടുണ്ടോ? നീ പരിഭാഷ എടുത്തു നോക്കി. പരിഭാഷ നീ, അവൻ, ബ്രാക്കറ്റിൽ ചിലപ്പോൾ റസൂല്, ആര്? പ്രവാചകൻ, അവൻ. അല്ലാഹു പ്രയോഗിച്ചിട്ടുണ്ടോ ഈ പ്രയോഗം? ക്രിസ്ത്യാനികൾ പറയാറുണ്ട് ഈസ നബിയെക്കാളും ഈസ നബിയുടെ പേര് പറഞ്ഞ അത്ര നിങ്ങളുടെ ഖുർആനിൽ നിങ്ങളുടെ മുഹമ്മദ് നബിയെ പറഞ്ഞിട്ടില്ലല്ലോ. ശരി തന്നെയാണ് ക്രിസ്ത്യാനി സഹോദര, ശരി തന്നെയാണ്. എന്റെ കാരണം എന്നറിയോ? എല്ലാ നബിമാരെയും അല്ലാഹു പേരെടുത്തിട്ടാണ് വിളിച്ചത്. യാ ഈസ, യാ മൂസ, യാ ഇബ്രാഹിം. നമ്മുടെ നബിനെ കുറിച്ച് അല്ലാഹു അങ്ങനെ വിളിച്ചിട്ടില്ല. വിളിച്ചത് 4 വാക്കുകളാണ്. യാ അയ്യുഹൽ മുസമ്മിൽ, ഓ മുസമ്മിലായോരേ നബിയേ. യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവരെ നബിയേ. യാ അയ്യുഹർ റസൂൽ, ഓ റസൂലായവരെ. യാ
വിളിക്കാൻ പറ്റാത്തോണ്ടാ യാ മുഹമ്മദ് എന്ന്. എല്ലാ നബിമാരെയും പേരെടുത്ത് വിളിച്ചപ്പോൾ ആയിരക്കണക്കിന് തവണ നബിയോട് അഭിസംബോധന ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും യാ മുഹമ്മദോ എന്ന് അല്ലാഹു പോലും വിളിച്ചിട്ടില്ലല്ലോ. മുഹമ്മദ് എന്ന പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് ഖുർആനിൽ പ്രയോഗിച്ചത് നബിയെ പരിചയപ്പെടുത്തുമ്പോഴാണ്. മുഹമ്മദ് നബി റസൂലാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. നബിയോട് ഡയറക്റ്റ് പോലും അല്ലാഹു ഓ റസൂൽ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? നമുക്ക് ഭാഷയിൽ പരിഭാഷപ്പെടുത്തുമ്പോ ശ്രദ്ധിച്ചുകൂടെ? അവൻ എന്ന് പറയുന്നത് മലയാള ഭാഷയിൽ നിന്യമായി പ്രയോഗിക്കുന്ന പ്രയോഗമല്ലേ? അവൻ എന്ന് പറയുന്നത് ബഹുമാനമില്ലാതെ ഉപയോഗിക്കുന്ന വാക്കല്ലേ? പരിഭാഷ വായിക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് ആപ്പുകൾ കിട്ടിയേക്കാം പരിഭാഷയുടെ. അവൻ 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 എന്ന്, നീ നീ എന്ന് ഹബീബിനെ പറയുന്നിടത്ത് ഹബീബിനെ പറയുമ്പോൾ നീ എന്നോ അവനെന്നോ പറയുന്ന പ്രയോഗം ആദരവില്ലാത്ത ബഹുമാനമില്ലാത്ത പ്രയോഗമാണ്. ഖൽബിൽ നബിയോട് സ്നേഹമുള്ള ഒരാൾക്ക് അങ്ങനെ പരിഭാഷപ്പെടുത്താൻ കഴിയില്ല. കിട്ടുന്ന പരിഭാഷ കൊണ്ടുവരണ്ട, പരിഭാഷ കിട്ടിയതൊക്കെ വായിച്ചു നടക്കണ്ട. അതിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാതെ പോയി പോകും. ഈമാൻ ബഹുമാനമാണ്. എന്റെ നബിയോട് ബഹുമാനമില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത അമലുകളൊക്കെ പൊളിഞ്ഞു പോകുമല്ലേ ഖുർആൻ പറഞ്ഞത്? അമലൊക്കെ പൊളിഞ്ഞു പോകുന്നു. നിങ്ങൾ ഒരു ദിവസം നിസ്കാരം പോകുന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ ഒരു കൊല്ലത്തെ നോമ്പ് ഞാൻ എടുക്കുന്നതാണെന്ന് പറഞ്ഞത്. ആണോ? അമല് മുഴുവൻ പൊളിയും. എന്തിന്? ഒരൊറ്റ തവണ എന്റെ നബിയുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തി സംസാരിച്ചാൽ. ആരോടായി പറയുന്നത്? ഖുർആൻ സ്വഹാബികളോട്. ഇനി മനസ്സിലാക്കി ഇത് സാധാരണക്കാരനോ അല്ലേ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം 10:30. ഞാൻ നിർത്തുകയാണ്. പരമാവധി സമയമെടുത്തു. നമ്മൾ നിയമം പാലിക്കേണ്ട ആളുകളാണ്. നമുക്കിവിടെ നിയമ സംവിധാനങ്ങളുണ്ട്, അത് നമ്മൾ പാലിച്ചേ പറ്റൂ. മുസ്ലിമീങ്ങൾ നിയമം അംഗീകരിക്കുന്നവരാണെന്നെങ്കിലും ഒരു നല്ല മെസ്സേജ് മറ്റുള്ളവർക്ക് നമ്മൾ കൈമാറാം. ഒരു നമ്മുടെ സുഹൃത്തുക്കളെ തെറ്റിദ്ധാരണപ്പെട്ടു പോകല്ലേ. എനിക്ക് സഹതാപമുണ്ട്, വിഷമമുണ്ട്, സങ്കടമുണ്ട് മുസ്ലിമീങ്ങളിൽ ഇത്തരം വാക്കുകളും പ്രയോഗങ്ങളും നടക്കുന്നത്. നബിയെ ബഹുമാനിച്ചു. മദീനയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വന്ന് 10 വർഷം പൂർത്തിയാകുന്ന അങ്ങനത്തെ ഒരു റബീഉൽ അവ്വൽ 12-നാണ് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറയുന്നത്. ഹബീബ് ലോകത്തോട് വിട പറയുകയാണ്. മഹദി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കുന്നു റസൂലുള്ളാഹി. ആയിഷ ബീവിയുടെ മടിയിൽ തല വെച്ച് കിടക്കുന്നു. ഫാത്തിമ ബീവി വരുന്നുണ്ട്. ബീവിയോട് എന്തൊക്കെയോ നബി സ്വകാര്യം പറയുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ ബീവി ഒരൽപ്പം വെള്ളം കൊണ്ടുതരൂ. ആ വെള്ളത്തിൽ കൈവച്ചുകൊണ്ട് നെറ്റിയിൽ തടവിക്കൊണ്ട് പറയുകയാണ്, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ. ഞങ്ങൾ ലോകത്തോട് യാത്ര പറയുകയാണ്. അവിടുത്തെ ചെറിയ ഒരു ചുമരിന്റെ ചെറിയ ഒരു ജനാലയുണ്ട്, കർട്ടനുള്ള ജനാല. ആ കർട്ടൻ ഇങ്ങനെ നീക്കി നോക്കുന്നു സുബഹി നിസ്കാര നേരത്ത്. അപ്പോഴവിടെ സ്വഹാബികൾ വന്നു നിൽപ്പുണ്ട്, നബിയുടെ സ്വഹാബിമാർ. അവർ നിസ്കാരത്തിന് നബിയെ കാത്തിരിക്കുകയാണ്. 63 വയസ്സിലല്ലോ നബി തങ്ങൾ വഫാത്താകുന്നത്. ആരോഗ്യമുള്ള സമയമല്ലേ 60. നബിക്ക് വഫാത്താകുമ്പോൾ കുടവയർ പോലും ഉണ്ടായിരുന്നില്ലെന്നാണ്. അത്രക്ക് ആരോഗ്യമുള്ള സമയമാണ്. അസുഖം കാര്യമായിട്ടൊന്നും നബി തങ്ങൾക്കില്ല. പനിയാണ്, മറ്റൊന്നുമല്ല. പിന്നെ ഖൈബറിൽ വിഷം കൊടുത്തതിന്റെ ബുദ്ധിമുട്ടുമുണ്ട്. നിസ്കാരം നടക്കാൻ പോകുമ്പോൾ സ്വഹാബികൾ സഫായി നിൽക്കുന്ന കാഴ്ചയാണ് അവസാനം നബിയെ ചിരിപ്പിച്ചത്, സന്തോഷിപ്പിച്ചത്. ആ ജനാലയുടെ കർട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് സ്വഹാബികളെ, സഫായി നിൽക്കുന്ന സ്വഹാബികളെ നബി ഇങ്ങനെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു. സ്വഹാബത്ത് വിചാരിച്ചു നബി ഞങ്ങളിലേക്ക് വരികയാണ്, നബി ഇമാമത്ത് നിൽക്കാൻ വരും, നബി മിഹ്റാബിലേക്ക് കടന്നു നിൽക്കും. അല്ലാഹുവിന്റെ റസൂൽ സന്തോഷിക്കുന്നത് ഞാൻ ലോകത്തോട് വിട പറയുമ്പോൾ എന്റെ ഉമ്മത്തികൾ നിസ്കരിക്കുന്നവരാണല്ലോ, എന്റെ ഉമ്മത്തികൾ നിസ്കാരത്തിന് ഉറക്കമെഴുന്നേറ്റ് നിസ്കരിക്കാൻ വന്നിരിക്കുകയാണ്. ആ കാഴ്ചയാണ് ഹബീബ് അവസാനമായി ഉമ്മത്തിനെ കണ്ട കാഴ്ച. നമ്മൾ നിസ്കാരം നിലനിർത്തുന്നവരായി കാണുമ്പോ, അല്ലാഹുവിനെ ഭയപ്പെട്ടവരായി ജീവിക്കുമ്പോ ആ കാഴ്ചയിൽ സന്തോഷിച്ചുകൊണ്ട് കർട്ടൻ ഇങ്ങനെ നീക്കി ലോകത്തോട് വിട പറയുകയാണ്, ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ. ആ സമയത്ത്
സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അരികത്തില്ല. നബി വഫാത്തായി. ആയിഷ ബീവിയുടെ മടിയിൽ കിടന്ന് മാത റസൂലുള്ളാഹി ഫീ ഹിജ്രി വബൈന നഹരി വസഹരി, എന്റെ മടിയിൽ കിടന്നാണ് മുത്ത് റസൂൽ വഫാത്തായതെന്ന് അഭിമാനം പറഞ്ഞിട്ടുണ്ട് ആയിഷ ബീവി. എന്റെ മടിയിലാണ് ഹബീബ് തലവെച്ചത്. അവസാനമായി ഹബീബിന്റെ ഭാര്യയുടെ തലയിൽ തലവെച്ചുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞ അവസാന വാക്കുകൾ അല്ലാഹുമ്മ റഫീഖൽ അലാ, റബ്ബേ നിന്റെ ഉന്നതമായ സ്ഥാനം തരണേ അല്ലാഹ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മദീനയിൽ ആ ന്യൂസ് പരക്കുകയാണ്. സ്വഹാബത്ത് നെട്ടോട്ടമോടുകയായി, കരച്ചിലായി, പ്രയാസമായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിക്ക് അസുഖം മാറും, നബിക്ക് ശിഫയാകുമെന്ന് കരുതി മദീനയുടെ തൊട്ടപ്പുറത്തേക്ക് പെങ്ങളെ കാണാൻ വേണ്ടി പോയതാണ്. തിരിച്ചു വരുമ്പോൾ ആളുകൾ പറഞ്ഞു, സിദ്ദീഖ് അഷ്റഫുൽ ഖൽഖ് ലോകത്തോട് വിട പറഞ്ഞു പോയി. നബി തങ്ങളോടുള്ള സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ നബി പറഞ്ഞതും കേട്ടതും അനുസരിച്ച് ജീവിക്കൽ തന്നെയാണ് സ്നേഹം. പക്ഷേ അതിനപ്പുറത്തേക്കാണ് സ്നേഹമെന്ന് സ്വഹാബത്ത് കാണിച്ചു തന്നില്ലയോ? നബിയുടെ ഹുജ്റത്തിലേക്ക് ചെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയെ വെള്ള പുതച്ച് കിടത്തിയിരിക്കുകയാണ്. ആ മുഖത്തെ വെള്ള മൂടി വസ്ത്രം എടുത്തുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വാക്ക് പറഞ്ഞു. ആ മുഖത്ത് ചുംബിച്ചുകൊണ്ട് മയ്യിത്തായി കിടക്കുന്ന ഹബീബിന്റെ കവളിൽ ചുംബിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി സ്വഹാബത്തിനെ ആശ്വസിപ്പിക്കാൻ പോകുന്നതിന്റെ മുമ്പ് സ്വന്തം മോളാണ് ആയിഷ ബീവി, റസൂലിന്റെ ഭാര്യയാണ്, അവിടുത്തെ ഏറ്റവും വലിയ കൂട്ടുകാരൻ, ലോകത്തോട് വിട പറഞ്ഞപ്പോ ആ മുഖത്ത് ചുംബിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു വാക്കാണ് പറഞ്ഞത്, നബിയേ ജീവിച്ചിരുന്നപ്പോൾ എന്തോ ഒരു സുഗന്ധം അങ്ങേക്ക്, മരിച്ചുപോയപ്പോഴും അങ്ങേക്ക് എന്തോ ഒരു സുഗന്ധം നബിയെ, എന്തൊരു സുഗന്ധം നബിയെ അങ്ങേക്ക്. ജീവിച്ചപ്പോഴും സുഗന്ധം, മരിച്ചുപോയപ്പോഴും സുഗന്ധം. ആ ഒരു വാക്ക് നബി ആരാണെന്ന് മനസ്സിലാക്കാൻ അത് മാത്രം മതി. ജീവിച്ചപ്പോഴും അങ്ങേക്ക് സുഗന്ധം, മരിച്ചുപോയപ്പോഴും അങ്ങേക്ക് സുഗന്ധം നബിയെ. അങ്ങ് നന്നായി നബിയെ. ജീവിച്ചിരപ്പോഴും ജീവിച്ചിരിക്കുമ്പോഴും അങ്ങ് തന്നെ നല്ലവർ, മരണപ്പെട്ടപ്പോഴും അങ്ങ് തന്നെ നല്ലവർ. 3 ദിവസം സ്വഹാബത്തിന്റെ ഇജ്തിഹാദ് കൊണ്ട് ഹബീബിനെ മറവ് ചെയ്യാൻ 3 ദിവസം അവർ കാത്തുവെച്ചിട്ടുണ്ട്. ഖിലാഫത്തിന്റെ ചർച്ച പൂർത്തിയാവാൻ 3 ദിവസം കടന്ന ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് സുഗന്ധമല്ലാതെ ആ പരിശുദ്ധമായ ഭൂമിയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ആ ഹബീബിനെ കുറിച്ച് സാധാരണ എന്ന് പറയല്ല സുഹൃത്തേ, പറഞ്ഞു പോവല്ല. ചുംബിച്ചുകൊണ്ട് ആ മുഖത്തെ പടം അങ്ങ് മൂടി വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാതിൽ തുറക്കുന്നത് മദീനയിലെ പള്ളിയിലേക്ക്, റൗളയിലേക്ക് നേരെ ചെല്ലുന്നു. മിമ്പറിലേക്ക് സ്വഹാബികൾ കൂട്ടക്കരച്ചിലാണ്. അവിടെ സ്നേഹമാണ് കാണിക്കുന്നത്. നബി പറഞ്ഞ നിസ്കാരം നിർവഹിച്ച് മിണ്ടാതെ, യാതൊരു സ്നേഹവും കാരുണ്യവും ഖൽബിൽ തോന്നാതെ പച്ചക്കല്ലുകളായി നിൽക്കാൻ സ്വഹാബത്തിന് കഴിയുമായിരുന്നു. പക്ഷേ സ്നേഹം അതിലപ്പുറമാണ്. ഹബീബിന്റെ സ്വഹാബികൾ പൊട്ടിക്കരഞ്ഞില്ലേ? എമ്പാടും ധൈര്യമുണ്ടായിരുന്ന സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് വാള് പിടിച്ച് നടന്നത്. എന്റെ ഹബീബ് മരിച്ചുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തല ഞാൻ മുറിച്ചെടുക്കും. എന്റെ ഹബീബ് മരിക്കാറായിട്ടില്ല. അന്ന് മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കാണാൻ പോയ പോലെ എന്റെ റസൂൽ അള്ളാഹുവിന്റെ അരികത്ത് പോയതാണ്. നബി തിരിച്ചു വരും, നബി കണ്ണു തുറക്കും, നബി എണീച്ചിരിക്കും, നബി നമ്മുടെ കൂടെ നിസ്കരിക്കും, നബി നമ്മുടെ കൂടെ നടക്കും. എന്റെ റസൂൽ മരിച്ചു എന്ന് പറയല്ല എന്ന് വാള് പിടിച്ച് ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ നടത്തിയത് ഹബീബിനോടുള്ള ഹിബ്ബായിരുന്നു സുഹൃത്തേ, ഹിബ്ബായിരുന്നു. എമ്പാടും സുന്നത്തും ഫർളും അനുസരിച്ച് ജീവിക്കുന്ന ഉമർ തങ്ങൾക്കാണ് ഈ സ്വബോധം നഷ്ടപ്പെടുന്നത്. എന്തേ? നബിയോടുള്ള സ്നേഹം അങ്ങനെയാണ് കാണിച്ചത്, അങ്ങനെയാണ് പുറത്തു വരുന്നത്. സിദ്ദീഖ് എന്നവർ മിമ്പറിൽ കയറുന്നു. ഉമറേ ഇരിക്കണം, ഉമറേ. മറന്നവരിക്കണില്ല, നടക്കുകയാണ്. വാളും കയ്യിൽ പിടിച്ച് മദീനയിലെ പള്ളിയുടെ ബാക്കിൽ ഇങ്ങനെ നടക്കാൻ. യാ ഉമർ ഇജ്ലിസ്, ഉമർ ഇരിക്കണില്ല. മൂന്നാമത്തൊരു വിളിയാണ് സിദ്ദീഖ് എന്നവർ. സൗമ്യനായ ശാന്തനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു ധൈര്യം കൊടുത്തതാണ്. ആരാണ് അവിടെ
സമാധാനിപ്പിക്കാനുണ്ടാവുക. ശുദ്ധീകരണങ്ങളില്ലെങ്കിൽ നബി കഴിഞ്ഞാൽ പിന്നെ ശുദ്ധീകരിക്കുന്നവരല്ലേ? ശുദ്ധീകരിക്കുന്നവർ ഉമറേ ഇരിക്കൂ, ഉമറേ ഇരിക്കൂ എന്ന് മൂന്നാമതൊരു വാക്ക് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നു. മിമ്പറിൽ കയറി ഖുത്ബ തുടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരൊക്കെയാണോ മുഹമ്മദ് നബിയെ ആരാധിച്ചത്, ആരാധന അല്ലാഹുവിനല്ലേ, ആരാധിക്കേണ്ടത് അല്ലാഹുവിനെയല്ലേ. മുഹമ്മദ് നബിയെ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അറിയണേ, ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, മുഹമ്മദ് നബി വഫാത്തായിരിക്കുന്നു. വമൻ കാന യഅബ്ദുല്ലാഹ്, ആരാണോ അല്ലാഹുവിനെ ആരാധിക്കുന്നത്, ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു മരിക്കുന്നവനല്ല, അല്ലാഹു ജീവിച്ചിരിപ്പുള്ളവനാണ്. അല്ലാഹുവിന് മരണമില്ല. ഇബാദത്ത് അല്ലാഹുവിന് തുടർന്നോളൂ. ഇബാദത്ത് നബിക്കല്ല, ഇബാദത്ത് സൃഷ്ടികൾക്കല്ല, ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാണ്. ഖുർആനിന്റെ ആയത്തോതിയില്ലേ, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. ഈ നബി തങ്ങൾ ഒരു റസൂലാണ്, അല്ലാഹുവിന്റെ ദൂതനാണ്. അവർക്ക് മുമ്പും ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടില്ലേ. എന്റെ റസൂൽ മരിക്കുകയോ ഔ ഖുതില വധിക്കപ്പെടുകയോ ആയാൽ ഇൻഖലബ്തും അലാ അഖാബികും, നിങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. اللهم صل على سيدنا محمد وعلى آل سيدنا وبارك وسلم عليه. സ്വഹാബികൾ ഹാഫിളീങ്ങളാണ്. സ്വഹാബിമാർ ഖുർആൻ മനഃപ്പാഠമാക്കി. റളിയല്ലാഹു അൻഹു ചോദിച്ച സിദ്ദീഖ്, ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്ത് വഫാത്താകുമെന്ന് പറയുന്ന ആയത്ത് ആദ്യമായി കേൾക്കുന്ന പോലെ സിദ്ദീഖ്, നമ്മുടെ റസൂൽ മരിക്കുമെന്ന് അല്ലാഹു പറഞ്ഞിരുന്നു. അല്ലാഹു പറഞ്ഞിരുന്നു. സ്വഹാബത്ത് സഹിക്കാൻ പറ്റിയില്ല. ലോകത്തിന്റെ ഗുരുവല്ലേ, റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തോട് ഇവിടെ പറഞ്ഞത് സ്വഹാബത്ത് വേദനയോടെയാണ് സ്വീകരിച്ചത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്ന അന്ന് മദീനയുടെ ഇരുട്ടിന്റെ പോലും വെളിച്ചമായിരുന്നു. മദീനയുടെ ഇരുട്ടിന് വെളിച്ചമായി നബി ഹിദായായി മദീനയിലേക്ക് കടന്നു വന്ന ഉടനെ. എന്നാൽ ഹബീബ് ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോൾ മദീനയുടെ പകലിന് ഇരുട്ടായിരുന്നുവെന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു സഹാബി കടന്നു വന്ന് പറഞ്ഞ ഒരു ഹദീസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നബിയേ, അങ്ങയെ കാണാൻ കൊതി തോന്നുമ്പോൾ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് നടന്നു വരാറുണ്ട് നബിയെ, അങ്ങയുടെ മുഖത്ത് നോക്കിയിരിക്കാൻ. വീട്ടിലിരിക്കുമ്പോ നബിയെ ഒന്ന് കാണണമെന്ന് കൊതിയാകും, നബിയെ ഒന്ന് നോക്കണമെന്ന് കൊതിയാകും. നബിയെ, ഞാൻ എന്റെ വീട്ടിൽ നടന്നു വരും. അങ്ങനെ അങ്ങയുടെ പള്ളിയിൽ അങ്ങറിയാതെ ഒരു മൂലയിൽ വന്നിരുന്ന് അങ്ങയുടെ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കും നബിയെ. കണ്ണു നിറയുമ്പോൾ ഞാൻ പോകും. വീണ്ടും കൊതിയായാൽ, ആഗ്രഹമായാൽ ഞാനിവിടെ വരും നബി അങ്ങയെ കാണാൻ. എനിക്കൊരു വിഷമമുണ്ട് നബിയെ, ഒരു പ്രയാസമുണ്ട് നബിയെ. എന്താണ് ആ പ്രയാസം? പറഞ്ഞോളൂ സ്വഹാബി. യാ റസൂലല്ലാഹ്, ലോകത്തിന്റെ ഗുരുവേ, ഇദാ മിത്തു വമിത്ത, ഞാൻ മരിക്കുകയും അങ്ങ് മരിക്കുകയും ചെയ്താൽ നബിയെ, ഈ പാവമായ സ്വഹാബി സ്വർഗത്തിന്റെ ഏതോ താഴെ തട്ടുകളിൽ കിടക്കുമ്പോൾ അങ്ങ് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലായിരിക്കുമല്ലോ നബിയെ. താഴെയുള്ളവർക്ക് മേലെ ഒന്ന് കാണാൻ പറ്റില്ലല്ലോ നബിയെ. ഞാൻ സ്വർഗത്തിലായാൽ തന്നെയും നാളെ അങ്ങയെ കാണാൻ കൊതി തോന്നുമ്പോഴൊക്കെ എന്റെ വീട്ടിൽ നിന്ന് മദീനയിലെ പള്ളി വരെ നടന്നു വന്ന് അങ്ങയുടെ മുഖം നോക്കി പോകുന്ന പോലെ നാളെ ആഖിറത്തിൽ ചെന്നാൽ അങ്ങയെ എനിക്ക് കാണാൻ കഴിയുമോ നബിയെ? ഈ ചോദ്യത്തിനാണ് ഖുർആൻ ആയത്തിറക്കിയത്. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഹബീബിന് കഴിയാതെ എന്തോ ഒരു സ്നേഹമാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുതിഇല്ലാഹ
والرسول ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. സ്വർഗത്തിലേക്ക് വന്നാൽ എന്നെ കാണാൻ കഴിയില്ല എന്നാണോ നിങ്ങളുടെ വിഷമം? അല്ലാഹു മറുപടി പറയുന്നു, നബിയേ, അങ്ങയെ കാണാൻ കൊതിക്കുന്നവരോട്, അങ്ങയെ കാണാൻ സ്നേഹമുള്ളവരോട്, അങ്ങയെ നോക്കി നിൽക്കാൻ കൊതിയുള്ളവരോട് എന്നെ നോക്കി നിന്നോളി, ഇത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടില്ല റസൂലുള്ളാഹി തങ്ങളെ നോക്കണം സഹോദര. എന്റെ മുഖത്ത് നോക്കൽ നിങ്ങൾക്ക് ഇബാദത്താണെന്ന് പറഞ്ഞിട്ടില്ല അല്ലാഹുവിന്റെ റസൂൽ. എന്നിട്ടാണ് ഖുർആൻ മറുപടി ഇറക്കുന്നത്, നബിയേ, നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ അങ്ങയെ നാളെ കാണാൻ കഴിയില്ല എന്നാണ് സ്വഹാബിയുടെ ബേജാറെങ്കിൽ പറഞ്ഞോളൂ നബിയേ. ومن يطع الله والرسول, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആരാണോ അനുസരിക്കുന്നത്, فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ, അല്ലാഹു പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ അംബിയാഇന്റെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കും ഉണ്ടാകും എന്ന ഈ ആയത്ത് നമുക്കും പ്രതീക്ഷ നൽകുകയാണ്. അല്ലാഹുവേ, നിന്റെ അഹ്കാമുകൾ അംഗീകരിക്കുകയും നിന്റെ റസൂലിനെ സ്നേഹിക്കുകയും അവിടുന്ന് പറഞ്ഞ പോലെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ ഹബീബിനെയും നാളെ നിന്നെയും കണ്ണ് നിറയെ കാണാൻ ഭാഗ്യം ലഭിക്കുന്ന ജന്നത്തുൽ ഫിർദൗസിലേക്ക് ഞങ്ങൾ വഴി നടത്തണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വലാത്തിൽ നമ്മൾ പിരിയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. കാരുണ്യവാനായ അല്ലാഹുവേ, ദുആ ചെയ്യാൻ അപേക്ഷയുണ്ടെന്ന് നിൽക്കുന്നു. സ്വലാത്തിൽ ദുആക്കാൻ പോലെ ദുആക്കാൻ വേണ്ടി അപേക്ഷിച്ച ഒരുപാട് ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്. സർക്കാർ പറഞ്ഞില്ലേ, നമ്മുടെ ലജ്നത്ത് മുർഷിദുൽ അനാം, അവരെ ഇങ്ങോട്ട് ഒന്നും സ്വതക്ക സ്വീകരിക്കണില്ല. അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു ഖബൂലാക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ അലി തങ്ങൾ, സയ്യിദ് അലി തങ്ങളാണ് അതിന്റെ പ്രസിഡന്റ്. മഹാന്മാരായ അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുകുടുംബത്തിലെ മഹത്തുക്കൾ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം, അതിന്റെ വിജയം നിശ്ചിതമാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ. അല്ലാഹ്, ഞങ്ങളെ കബൂലാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഈമാൻ പരിപൂർണമാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബിനെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കണേ റബ്ബേ. നിന്നോടുള്ള മഹബ്ബത്തും നിന്റെ ലിഖാഇനും തടസ്സമാകുന്ന മോശപ്പെട്ട വിചാരങ്ങളോ തോന്നലുകളോ, ഞാനാണ് വലിയവനെന്നോ ഞാനിപ്പോ തരക്കേടില്ലെന്നോ തോന്നുന്ന അഹങ്കാരത്തിന്റെ തോന്നലുകൾ ഞങ്ങളുടെ മനസ്സുകളിൽ തരല്ലേ അല്ലാഹ്. റഹ്മാനേ, വിനയവും താഴ്മയും ഞങ്ങളുടെ മനസ്സുകളിൽ എന്നും തരണം പടച്ചവനെ. ഞങ്ങൾ നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നിസ്സാരന്മാരാണല്ലോ. മലക്കുകളുടെ ലോകമുള്ള അല്ലാഹുവേ, അംബിയാഇനെ തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച അല്ലാഹുവേ, അഷ്റഫുൽ ഖൽഖിനെ പറഞ്ഞേക്കാൻ സ്ഥലവും കാലവും നിർണയിച്ച അല്ലാഹുവേ, നിന്റെ അംബിയാക്കളോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ട്. നിന്റെ അംബിയാഇന്റെ അഹ്ലു ബൈത്തിനോട് സ്നേഹമുണ്ടല്ലോ. നിന്റെ ഔലിയാഇനോട് സ്നേഹമുണ്ടല്ലോ. നിന്റെ സ്വാലിഹീങ്ങളോട് സ്നേഹമുണ്ടല്ലോ. അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് ഞങ്ങൾ എത്തിക്കണമേ അല്ലാഹ്. അസുഖങ്ങൾ ശിഫയാക്കണേ പടച്ചവനെ. വേദനകൾ ശമിപ്പിക്കണമേ അല്ലാഹ്. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ, ട്യൂമറോ കിഡ്നി ഫെയിലിയറോ സംഭവിച്ച രോഗികൾക്ക് ഈ പുണ്യമായ സദസ്സിന്റെ ഹബീബിന്റെ മദ്ഹ് പറഞ്ഞ സദസ്സിന്റെ പുണ്യം കൊണ്ട് വളരെ പെട്ടെന്ന് ശിഫാഇ ലഭിക്കണം അല്ലാഹ്. റബ്ബേ, ഇവിടെ ഒരുമിച്ചുകൂടി ആണുങ്ങളും പെണ്ണുങ്ങളും ചെറിയവരും വലിയവരും മാരക രോഗങ്ങൾ വരാതെ നീ കാക്കണേ റഹ്മാനേ. പ്രയാസങ്ങൾ വരാതെ കാക്കണേ റബ്ബേ.
തൗബ ചെയ്ത് പശ്ചാത്തപിക്കാനുള്ള അവസരം ലഭിക്കാതെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് കാവൽ തരണം അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ മഈശത്ത് കൊടുക്കണേ അല്ലാഹ്. ഹറാമിന്റെ പലിശയുടെ സമ്പാദ്യം വരാതെ പലിശക്കോ ബാങ്കുകളിൽ നിന്ന് പലിശയായി ലോൺ എടുക്കുന്ന അവസ്ഥയോ ഒരു മുസ്ലിമിനും വരാതെ കാക്കണേ പടച്ചവനെ. സംഭവിച്ചു പോയത് മാപ്പ് തരണേ അല്ലാഹ്. വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തിയാക്കണം പടച്ചവനെ. ഒരു വീട് പണിയാൻ അപ്പോഴേക്കും